നമ്മുടെ ക്യാമ്പസുകളിലേക്ക് വരുമ്പോൾ ഇത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് വന്നിരിക്കുകയാണ്. നമ്മുടെ സീനിയർ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഈ വന്നിരിക്കുന്ന നമ്മുടെ അനുജന്മാരെ അനുജത്തിമാരെയാണ്. അതുകൊണ്ട് അവരെയൊക്കെ റാഗ് ചെയ്ത് അവരെയൊക്കെ എന്തെങ്കിലും തരത്തിലേക്ക് അവരെ പീഡിപ്പിച്ച് വരട്ടി നിർത്താം എന്നൊന്നും ആരും കരുതിയേക്കരുത്. അവരൊക്കെ നമ്മുടെ നമ്മുടെ അനുജന്മാരും അനുജത്തിമാരുമാണ് നമ്മുടെ ക്യാമ്പസുകളിലേക്ക് ജൂനിയർ ക്ലാസുകളിലേക്ക് കടന്നു വരുന്നത്. അവരെ വളരെ സ്നേഹത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി സ്വീകരിച്ച് നല്ലൊരു ക്യാമ്പസ് അന്തരീക്ഷം ഓരോ കോളേജിലും ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഉത്തരവാദിത്തം നമ്മുടെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുണ്ട്. അതിന് നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാറുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് നമ്മുടെ ക്യാമ്പസുകൾ ലഹരിയുടെ വലിയ വ്യാപനം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. സംസ്ഥാന സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മളുടെ ജീവിതം ലഹരിക്ക് അകപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ ഉപയോഗത്തിൽ തകർത്ത് കളയാനുള്ളതല്ല, നശിപ്പിച്ച് കളയാനുള്ളതല്ല. നമ്മുടെ ജീവിതം നമുക്കൊക്കെ ലൈഫിൽ ഒരു ലഹരി ഉണ്ടാവണം. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞങ്ങളൊരു ലഹരി ലൈഫിൽ കൊണ്ടു നടന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു ജനപ്രതിനിധിയായിട്ട് ഒരു മന്ത്രിയായിട്ടൊക്കെ ഇവിടെ നിൽക്കുന്നത്. കാരണം രാഷ്ട്രീയമായിരുന്നു നമ്മുടെ ലഹരി എന്നത് പഠനത്തോടൊപ്പം. അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ലഹരികൾ കണ്ടെത്തി അതിന്റെ പിന്നാലെ പോകുവാനായിട്ട്, അത് നേടിയെടുക്കുവാനായിട്ടുള്ള ഒരു ചിന്തയിൽ പോകണം. മയക്കുമരുന്നിന്റെയൊക്കെ മേഖലയിലേക്ക് ഇന്ന് നമുക്കറിയാം, നമ്മുടെ ക്യാമ്പസുകളിൽ ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള വാരിയേഴ്സായി മാറാൻ നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്.